ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റിലെ കഥയും കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ വ്യക്തികളുമായോ നടന്ന സംഭവങ്ങളുമായോ ഏതേലും വിധത്തിൽ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികമല്ല, എല്ലാം കരുതിക്കൂട്ടി തന്നെയാ. എന്ത് ഡ്രസ്സോ? എന്റെ അളിയന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ. അളിയന്റെ ഇഷ്ടമല്ലേ അളിയാ എന്റെ ഇഷ്ടം. ഓക്കെ, എന്നാ ശരി, നടക്കട്ടെ. എനിക്ക് എന്റെ അളിയെന്ന് വെച്ച ജീവനാ. എന്റെ ഭാര്യയേക്കാൾ എനിക്കിഷ്ടം എന്റെ അളിയനാ. പക്ഷെ എന്റെ ഭാര്യ പാവട്ടോ. അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ അളിയന്റെ ജീവിതം ഞാനൊരു സിനിമയാക്കുന്നു. പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. അവനെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ടാ ചേട്ടൻ അവന്റെ കഥ സിനിമയാക്കാൻ പോകുന്നേ? ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് കാണും. എടാ, നീ അവന്റെ ഫ്രണ്ട് അല്ലേ? നീയല്ലേ ഇതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? നീ ആദ്യം ഈ കഥയൊന്ന് കേക്ക്. ശരി, പറഞ്ഞു തോലക്കി. 2001 ഫെബ്രുവരി 17 നമ്മുടെ ഹീറോ ജനിക്കുന്നു. കണക്കൊന്നും ശരിയാവുന്നില്ലല്ലോ അഭിഷേകേട്ടാ. പേടിച്ചിട്ടാ. 1995 ഫെബ്രുവരി 17 നമ്മുടെ ഹീറോ ജനിക്കുന്നു. ഇപ്പൊ കറക്റ്റ്. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി എന്റെ അളിയനൊരു ഉണ്ണിയേശു ആയിരുന്നു. അവൻ ഉണ്ണിയേശു, നല്ലവനായ ഉണ്ണി. ബാക്കി പറ. അങ്ങനെ എന്റെ അളിയൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം അതിരാവിലെ ചേച്ചിയുടെ കയ്യും പിടിച്ച് ഒരു ചൂട്ട് കത്തിച്ചിട്ടാണ് എന്റെ അളിയൻ സ്കൂളിൽ പോയിരുന്നത്. ചേട്ടാ, ലയന ചേച്ചിനെ കൂടി പൊക്കിപ്പറ. അല്ലെങ്കിൽ അവള് വേണ്ട. എന്റെ അളിയൻ ഒറ്റയ്ക്ക് ചൂട്ട് കത്തിച്ചിട്ടാണ് അന്ന് സ്കൂളിൽ പോയിരുന്നത്. എന്റെ അളിയനല്ലേ ഹീറോ. അതെന്താ, എന്നിട്ട് ഓർച്ചില്ലേ? ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് കഥയിൽ ചോദ്യമില്ല. ഒന്ന് വേഗം പറഞ്ഞു തീർക്കൂ. അളിയൻ അങ്ങനെ സ്കൂളിൽ വിലസി നടന്നു. കണ്ടോ എന്റെ അളിയൻ എന്ത് നിഷ്കളങ്കനാ. അവൻ നിഷ്കളങ്കൻ. നിങ്ങൾ കേക്കണേ, പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോ അവനെങ്ങാനോ ഔട്ടായ ബാറ്റ് സ്റ്റമ്പെടുത്ത് വീട്ടിലേക്ക് ഓടുന്നവനാ ഇങ്ങനെ പറഞ്ഞ നിഷ്കളങ്കൻ. എന്റെ അളിയൻ നിഷ്കളങ്കൻ തന്നെയാ. പണ്ട് മാങ്ങ കഴിക്കാൻ എന്റെ അളിയന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം മാവിന് കല്ലെറിയാൻ നോക്കിയപ്പോ അത് വീടിന്റെ ജനാലയ്ക്ക് വീണു. അപ്പോഴേക്കും അമ്മ ഓടി വന്നില്ലേ. എടാ, ഇനി നീ മാങ്ങയ്ക്ക് കല്ലെറിയുമോ? ഇനി നീ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടും, കേട്ടോ? അപ്പൊ എന്റെ അളിയൻ ചിന്തിച്ചു, കൈകൊണ്ടല്ലേ മാങ്ങ പറിക്കാൻ പറ്റാത്തത്, വായ കൊണ്ട് പറിക്കാമല്ലോ എന്ന്. അങ്ങനെ വായ കൊണ്ട് എന്റെ അളിയൻ മാങ്ങ കടിച്ച് പറിച്ചു. ആ മാങ്ങയുടെ അണ്ടി പോലും എന്റെ അളിയൻ വിഴുങ്ങി. കൊതിയ അവന്റെ കഴപ്പ് പുളിയുള്ള മാങ്ങാണ്ടി ആയിരുന്നോ എന്തോ. അല്ല, യൂത്തിന് പറ്റിയതൊന്നും ഇല്ലേ സിനിമയില്? യൂത്തിന് പറ്റുന്നതുണ്ട്. അളിയന്റെ കോളേജ് കാലം തൃശ്ശൂർ അമല കോളേജിൽ എന്റെ അളിയൻ ഒരു ആംഗ്രി യങ് മാൻ ആയിരുന്നു.
അങ്ങനെ എൻ്റെ അളിയൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായി ബാംഗ്ലൂർ സെന്റ് ജോൺസ് കോളേജിലെത്തി. അവിടെ എൻ്റെ അളിയൻ ഒരു കില്ലാടിയായി മാറിക്കഴിഞ്ഞു. கொஞ்சம் மாத்தி ஏத்தி 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 என் நெஞ்சில் தீயேத்தி மாத்தி 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 என் ஸ்டைல கொஞ்சம் மாத்தி சுத்தபாது தெரியாது. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്നാലും റൊമാൻറ്റിക് കോമഡി അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അതിനിതിൽ കോമഡി ഉണ്ടല്ലോ. താൻ എഴുതുന്ന കഥ ആയതുകൊണ്ട് കോമഡി ആവും, പക്ഷെ റൊമാൻസ് ഇല്ലല്ലോ. ഇനിയല്ലേ റൊമാൻസ് വരാൻ പോകുന്നത്. തുടക്കമൊക്കെ നന്നായിട്ട് തന്നെ പോയി, ബട്ട് അതിനൊരു ആയുസില്ലായിരുന്നു. किसका फोन है? एक ओल्ड फ्रेंड. Then why don't you pick the call? Old friend का नाम बताओ. शिल्पा. Then I'm your problem. You have no sense, you idiot. അങ്ങനെ സഹികെട്ട് എന്റെ അളിയൻ ഫോൺ തല്ലിപ്പൊട്ടിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് 12 ഫോൺ അവൻ തല്ലിപ്പൊട്ടിച്ചു. പിന്നെ വീട്ടിലെ ഫ്രിഡ്ജായി, TV ആയി, വഴി പോകുന്നതിന്റെ നെഞ്ചത്തിക്കായി. അങ്ങനെ എന്റെ അളിയൻ ഡിപ്രഷനിലേക്കായി. നിർത്ത്, കേട്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്താവുന്നു. ഇവളാണ് നായിക. ഇവളൊന്നല്ല നായിക, പിന്നെ ആരാ? അതല്ലേ പറയാൻ വന്നേ. അപ്പോഴേക്ക് നീ തോക്ക് കയറി വെടിവെച്ചില്ലേ. സോ ഡിപ്രഷനിലിരുന്ന എന്റെ അളിയൻ പുഷ്പഗിരി കോളേജിൽ പുഷ്പഗിരി കോളേജിൽ പഠിപ്പിക്കാൻ പോയി. അവിടെയാണ് നമ്മുടെ നായികയുടെ ഇൻട്രോ. മലപ്പുറത്തിൽ നിന്നും അളിയന്റെ ഹൃദയത്തിലേക്ക് തീരിറങ്ങി വന്ന മൊഞ്ചത്തി അനീറ്റ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ, അടിവയറ്റില് മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ, അയ്യോ നെഞ്ചിലൊരാതി, കരിമിഴിയുള്ള കളവാണി, കൂന്തല് കണ്ടപ്പോ കണ്ണന്ന് ഉടക്കി, ചിരിക്കല പെണ്ണെ കല്യാണി, നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കുടി, നിന്റെ കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസിട്ട് എന്നെ നീ കുടുക്കി, അരയിലെ അരഞ്ഞാണ് മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരു തീ, നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പടക്കണ. ഒരു ദിവസം അവർ കണ്ടുമുട്ടി. കരിമിഴിയുള്ള കളവാണി, കൂന്തല് കണ്ടപ്പോ കണ്ണന്ന് ഉടക്കി, ചിരിക്കല്ല പെണ്ണെ കല്യാണി, നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കുടുക്കില്ലേ, കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസിട്ട് എന്നെ നീ കുടുക്കി, അരയിലെ അരഞ്ഞാണ മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരു തീ, നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പെടക്കണ, നോക്കല്ലേ നീ ഒരു തീ. അനീറ്റയുടെ കടന്നവരോടെ കല്ല് പോലെ ഇരുന്ന എൻ്റെ അളിയൻ അരിഞ്ഞ് വെള്ളം പോലെ. അത്ര മനോഹരമായിരുന്നു അവരുടെ പ്രണയം. ഇത് കൊള്ളാം, ഇതെന്തായാലും ഹിറ്റാവും. നമുക്ക് കളറാക്കണം. 2 പേരുടെ വീട്ടുകാരും കൂടി സമ്മതിപ്പിച്ച് കല്യാണം അങ്ങ് ഉറപ്പിച്ചു. അനീറ്റയുടെ അച്ഛനും അമ്മയ്ക്കും
അവൻ സ്വന്തം മോനെ പോലെയാ. എന്നെ പോലെ തന്നെ നല്ല ഒരു അളിയനെയും കൂടി അവന് കിട്ടിയിട്ടുണ്ട്. അനീറ്റിയുടെ ബ്രദർ കെവിൻ. എന്നാലും അവനെന്ത് സാധനല്ലേ, ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടിട്ടേ വാലന്റൈൻസ് ഡേയുടെ നെക്സ്റ്റ് ഡേ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുക. സമ്മതിക്കണം. സോ ഫെബ്രുവരി 15 എൻ്റെ അളിയന്റെയും അനീറ്റയുടെയും കല്യാണം. ഇവിടെയാണ് നമ്മുടെ സിനിമയുടെ ഏൻട്രവൽ. ചേട്ടാ, ഇന്നല്ല ഫെബ്രുവരി 15, ഇന്നല്ല കല്യാണം. ഷോ, ഞാനങ്ങ് മറന്നുപോയി. താനെ ഇവിടെ തളിയനാടോ, നമുക്ക് ഈ കല്യാണം അടിച്ച് പൊളിക്കണ്ടേ? ഇങ്ങനെ നിന്നാ മതിയാ. വാടോ ചേട്ടാ, നീതി, റോജു, സ്റ്റെപ്പിനെ, ചേട്ടാ ആന്റണി എവിടെടാ? ഗ്രീനും ആജിനെ കേറി വാടാ, തുടങ്ങണ്ടേ?